ഹലോ അസ്സലാമലൈക്കും. ആർക്കെങ്കിലും ഇതറിയോ? ഇത് ഞങ്ങളെ ചെറുപ്പക്കാലത്ത് കുറേ കഴിച്ചൊരു സാധനമാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് പറയൽ ബദം എന്നാണ്. ബദാമല്ല, ബദം. അങ്ങനെ ഇത് ബൊഗദാർ ബീച്ചിൽ അവിടെ കണ്ടപ്പോൾ മകൾക്ക് കാട്ടിക്കൊടുത്ത്. മക്കൾക്കായിരിക്കും മോനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, മോൾക്ക് പറഞ്ഞു കൊടുത്ത്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പം എന്തായാലും അവിടെ നിന്ന് പറിച്ചെടുത്ത് പിന്നെ മോനെ നോക്കണ്ട, ഡ്രസ്സിൽ കഴിഞ്ഞിട്ട് അവൻ്റെ അപ്പൻ്റെ ടീഷർട്ട് പോയിട്ടതാണ്. അങ്ങനെതാ ഞങ്ങൾ വീണ്ടും ഞാൻ പൊളിച്ച് കൊത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളെന്നൊക്കെ അറിയാമല്ലോ. ഈ പഴുത്തതിലും പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെയും കഴിക്കാറുണ്ട്, അതിൻ്റെ ഉള്ളിത്തതും കഴിക്കാറുണ്ട്, പച്ചയിലും കഴിക്കാറുണ്ട്. അന്ന് ഇത് കിട്ടാനായിട്ട് കുറേ പോയിക്കണം കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഇത് ആർക്കും വേണ്ടാതെ ബീച്ച് വഴികളിലൊക്കെ ഈ മരിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നിലത്തൊന്നും എടുത്തില്ല കേട്ടോ, അതിൻ്റെ മുന്നേ പറിച്ചെടുത്തത് തന്നെ കേട്ടോ. കാരണം അന്ന് നിലത്ത് വീണത് എടുത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ലല്ലോ. ഇന്ന് നമുക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വന്നല്ലോ. അങ്ങനെ അത് പൊളിച്ച് ഇതാ ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്നും പറ്റാതെ കിട്ടൽ. അന്നതങ്ങനെ കിട്ടുന്നത് ഭയങ്കര ടാസ്ക് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് അത് കിട്ടിയെന്ന് കണ്ടാലാ ഞാൻ വലുതായി, ബദമൊക്കെ പൊളിച്ചത് ഇങ്ങനെ കിട്ടാനായി, അപ്പോൾ ഞാൻ വലുതായി എന്നായിരുന്നു അന്നത്തെ ചിന്ത കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ സെറ്റാക്കി എടുത്ത് അടുത്തത് പിന്നെ വീണ്ടും ഒരു പഴുത്തതുണ്ടായിരുന്നു, അതും എടുത്ത് പിന്നെ പച്ച. ഇതൊക്കെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ചെയ്യുന്നു അന്ന്. ഇന്നിപ്പോൾ ഇതിനോടൊക്കെ എന്നുള്ളതായി. പക്ഷെ പച്ച കുറച്ചും കൂടി മൂക്കാനുണ്ട് കേട്ടോ. എന്തായാലും രണ്ടും വെറൈറ്റി കാട്ടി കൊടുക്കല്ലോ. അങ്ങനെതാ നമ്മൾ നൊസ്റ്റാൾജിയ ബദം എന്ന് തന്നെ പറയാം. മോനിക്ക് കൊടുത്ത് അവനക്ക് ഇഷ്ടമായില്ല, അവനെന്തോ എന്ന് പറഞ്ഞു അവൻ തുപ്പിക്കാൻ കേട്ടോ. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഞാനും കഴിച്ച് സിയാദ് കാക്കും കൊടുത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.